അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച റെസിപ്രോക്കൽ താരിഫ് 90 ദിവസത്തേക്ക് താൽക്കാലികമായി നിർത്തലാക്കാൻ തീരുമാനിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. ഇൻഡെക്സ് 1.92% ഉയർന്ന് 22,800 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. അതേസമയം വീക്ക്ലി ബേസിസിൽ മാർക്കറ്റ് വീണ്ടും നെഗറ്റീവ് സൈഡിലാണ് ക്ലോസിംഗ് നൽകിയത്. നിഫ്റ്റി 0.33% ഇടിഞ്ഞത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ താരിഫ് പ്രഖ്യാപനവുമായുണ്ടായ അനിശ്ചിതത്വം തന്നെയാണ് മാർക്കറ്റിൻ്റെ ഗതി നിർണ്ണയിക്കുന്ന ഒരു പ്രധാന ഘടകം. ഇതുകൂടാതെ ചില പ്രധാനപ്പെട്ട എക്കണോമിക് ഡേറ്റകളും അടുത്ത ആഴ്ച വരുന്നുണ്ട്. ഒന്നാമത്തേത് ഇന്ത്യയുടെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഡേറ്റ, രണ്ടാമത്തേത് അടുത്ത ആഴ്ച വരുന്ന ക്വാർട്ടർലി റിസൾട്ടുകൾ. കൂടാതെ താരിഫ് പ്രഖ്യാപനത്തിൻ്റെ അല്ലെങ്കിൽ രണ്ടാം സെറ്റ് താരിഫ് പ്രഖ്യാപനവും അടുത്ത ആഴ്ച വന്നേക്കും എന്നാണ് ചില അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത്. ഇവിടെ മാർക്കറ്റിനെ വോളറ്റൈലാക്കുന്ന ഏറ്റവും പ്രധാന ഘടകം ചൈനയും അമേരിക്കയും തമ്മിൽ പ്രഖ്യാപിക്കുന്ന പരസ്പര താരിഫുകളാണ്. ഇത് ഒരു ട്രേഡ് വാറിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ അമേരിക്കയ്ക്കെതിരെ ചൈന 125% ടാക്സ് അല്ലെങ്കിൽ താരിഫ് ഏർപ്പെടുത്തിയപ്പോൾ അമേരിക്ക ചൈനയ്ക്കെതിരെ താരിഫ് 145%ത്തിലേക്ക് ഉയർത്തി. ഇത് ഗ്ലോബൽ മാർക്കറ്റിലും വോളറ്റിലിറ്റിക്ക് പിന്നിലെ ഒരു പ്രധാന കാരണമായി പ്രവർത്തിക്കുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യ വിക്സ്, അതായത് ഇന്ത്യയുടെ വോളറ്റിലിറ്റി 46%-ഓളം ഉയരുകയും ചെയ്തു. ഇനി ക്വാർട്ടർലി റിസൾട്ട് സെഷൻ മാർക്കറ്റിൻ്റെ ഗതി നിർണ്ണയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. പല പ്രധാനപ്പെട്ട കമ്പനികളുടെയും ക്വാർട്ടർലി റിസൾട്ട് അടുത്ത ആഴ്ച വരുന്നുണ്ട്. IT സെക്ടറിലെ ഇൻഫോസിസ്, വിപ്രോ തുടങ്ങിയ കമ്പനികളുടെയും ബാങ്കിംഗ് സെക്ടറിലെ HDFC ബാങ്കിൻ്റെയും ICICI ബാങ്കിൻ്റെയും ക്വാർട്ടർലി റിസൾട്ടാണ് അടുത്ത ആഴ്ച വരുന്നത്. ഈ 4 സ്റ്റോക്കുകൾക്കും ഇൻഡെക്സിൽ വെയിറ്റേജ് കൂടുതലായതുകൊണ്ട് ഇൻഡെക്സിൻ്റെ തന്നെ ഗതി നിർണ്ണയിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഇൻഡെക്സിൻ്റെ തന്നെ ഗതി നിർണ്ണയിക്കാൻ ശേഷിയുള്ള അപ്ഡേറ്റാണ് ക്വാർട്ടർലി റിസൾട്ട് അപ്ഡേറ്റ്. അതുപോലെ തന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സെല്ലിംഗ് മാർച്ച് 20 മുതൽ 27 വരെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ബൈയിങ് സൈഡിലേക്കായിരുന്നെങ്കിലും പിന്നീട് മാർക്കറ്റിൽ വന്ന വോളറ്റിലിറ്റിയുടെ പശ്ചാത്തലത്തിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ സെല്ലിംഗ് സൈഡിലേക്ക് മാറിയിട്ടുണ്ട്. ഇതുവരെയുള്ള ഡേറ്റ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏപ്രിൽ മാസത്തിൽ മാത്രം ഏകദേശം 31,988 കോടിയുടെ സെല്ലിംഗ് ആണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് നടത്തിയിരിക്കുന്നത്. ഇനി കഴിഞ്ഞ ആഴ്ചയിലെ ഡേറ്റ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 20,911 കോടിയുടെ സെല്ലിംഗ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ നടത്തി. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 21,955 കോടിയുടെ ബൈയിങ് നടത്തുകയും ചെയ്തു. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ബൈയിങ് മൂലമാണ് മാർക്കറ്റ് ഈ ലെവൽ നിലനിർത്തുന്നത്. ഇതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഡേറ്റ ഗ്ലോബൽ മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്ന ഇൻപുട്ടാണ്. അമേരിക്കയും ചൈനയും പരസ്പരം താരിഫ് പ്രഖ്യാപിക്കുന്നത് രണ്ട് രാജ്യങ്ങളുടെയും സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് അത്ര മികച്ചതല്ല. ഇതിൻ്റെ ഇമ്പാക്റ്റ് ഗ്ലോബൽ മാർക്കറ്റിലും പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട്. ഇതുമൂലം വരുന്ന ആഴ്ചയും വോളറ്റൈലാകാൻ സാധ്യതയുണ്ടെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. ഇനി കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റ് പോയിൻ്റ് ഓഫ് വ്യൂ നമ്മൾക്ക് ചില സ്റ്റോക്കുകളെ ഫോക്കസ് ചെയ്യാം. പ്രധാനമായും അടുത്ത ആഴ്ച ക്വാർട്ടർലി റിസൾട്ട് പ്രഖ്യാപിക്കുന്ന IT സെക്ടറിലെ കമ്പനികളായ HDFC ബാങ്ക്, ICICI ബാങ്ക് തുടങ്ങിയവയും IT സെക്ടറിലെ കമ്പനികളായ ഇൻഫോസിസ്, വിപ്രോ തുടങ്ങിയവയും ബാങ്കിംഗ് സെക്ടറിലെ കമ്പനികളായ HDFC ബാങ്കുമൊക്കെ ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിടാനും ക്വാർട്ടർലി റിസൾട്ടിനോടൊപ്പം ഡിവിഡൻറ്റും പുറത്തുവിടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റ് പോയിൻ്റ് ഓഫ് വ്യൂവും ഈ സ്റ്റോക്കുകളെ ഫോക്കസ് ചെയ്യാം. 20-ഡേ എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചായ 22,900-അടുത്ത് മാർക്കറ്റ് ട്രേഡ് ചെയ്യുകയാണ്. ഈ 22,900 എന്ന് പറഞ്ഞാൽ ഒരു റെസിസ്റ്റൻസ് സോണ് തന്നെയാണ്. ഇവിടെ നിന്നും 23,200 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ നമ്മൾക്ക് മാർക്കറ്റിൽ ബുള്ളിഷ് ട്രെൻഡ് വന്നു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത ആഴ്ച ഡിവിഡൻഡ് പ്രഖ്യാപനവും ക്വാർട്ടർലി റിസൾട്ടും പുറത്തുവിടുന്ന ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളെ ഡേറ്റ് വൈസ് പരിചയപ്പെടാം. ഒന്നാമത്തേത് HDFC ബാങ്ക് ഏപ്രിൽ 19 ശനിയാഴ്ചയാണ് ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിടുക. ക്വാർട്ടർലി റിസൾട്ടിനോടൊപ്പം ഏപ്രിൽ 19 കമ്പനി ഡിവിഡൻഡ് പ്രഖ്യാപനവും നടത്തും. രണ്ടാമത്തേത് ഇൻഫോസിസ്. ഏപ്രിൽ 17 ഇൻഫോസിസിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് വിളിപ്പിച്ചിട്ടുണ്ട്. ഏപ്രിൽ 17 കമ്പനി ക്വാർട്ടർലി റിസൾട്ടും പുറത്തുവിടും. ക്വാർട്ടർലി റിസൾട്ടിനോടൊപ്പം ഡിവിഡൻഡ് പ്രഖ്യാപനവും നടത്തും. മൂന്നാമത്തേത് ICICI ബാങ്ക്. HDFC ബാങ്ക് പോലെ തന്നെ ICICI ബാങ്കും ഏപ്രിൽ 19 ശനിയാഴ്ചയാണ് ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിടുക. ക്വാർട്ടർലി റിസൾട്ടിനോടൊപ്പം ഡിവിഡൻഡ് പ്രഖ്യാപനവും ശനിയാഴ്ച നടത്തും. ടാറ്റ ഗ്രൂപ്പിലെ ടാറ്റ ഇലാക്സി ഏപ്രിൽ 17 ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിടും. ഏപ്രിൽ 17 ഡിവിഡൻഡ് പ്രഖ്യാപനം ടാറ്റ ഇലാക്സിയുടെ സൈഡിൽ നിന്നും പ്രതീക്ഷിക്കാം.
HDFC ഗ്രൂപ്പിലെ 3 സ്റ്റോക്കുകളാണ് ഏപ്രിൽ 17-ാം തീയതി ഡിവിഡൻഡ് പ്രഖ്യാപനം നടത്തുക. കൂടാതെ കമ്പനികൾ ക്വാർട്ടർലി റിസൾട്ടും പുറത്തുവിടും. ഒന്നാമത്തേത് HDFC അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി. ഏപ്രിൽ 17-ാം തീയതിയാണ് ക്വാർട്ടർലി റിസൾട്ടും ഡിവിഡൻഡ് പ്രഖ്യാപനവും നടത്തുക. രണ്ടാമത്തേത് HDFC ലൈഫ് ഇൻഷുറൻസ് കമ്പനി. HDFC ലൈഫ് ഇൻഷുറൻസ് കമ്പനിയും ഏപ്രിൽ 17-ാം തീയതി ക്വാർട്ടർലി റിസൾട്ടും ഡിവിഡൻഡ് പ്രഖ്യാപനവും നടത്തും. ഇനി ICICI ഗ്രൂപ്പിലെ കമ്പനികളും ഏപ്രിൽ 15-ാം തീയതി ക്വാർട്ടർലി റിസൾട്ടും ഡിവിഡൻഡ് പ്രഖ്യാപനവും നടത്തിയേക്കും. ICICI ലൊംബാർഡ് ജനറൽ ഇൻഷുറൻസ് കമ്പനി ക്വാർട്ടർ 4 റിസൾട്ട് ഏപ്രിൽ 15-ാം തീയതി ചൊവ്വാഴ്ചയായിരിക്കും പ്രഖ്യാപിക്കുക. ഡിവിഡൻഡ് പ്രഖ്യാപനവും നടത്തും. മറ്റൊരു സ്റ്റോക്ക് ICICI പ്രൂഡൻഷ്യൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയാണ്. ഈ കമ്പനിയും ഏപ്രിൽ 15-ാം തീയതി ക്വാർട്ടർലി റിസൾട്ടിനോടൊപ്പം ഡിവിഡൻഡ് പ്രഖ്യാപനം നടത്തും. JM ബ്രൂവറീസ് ഏപ്രിൽ 15-ാം തീയതി ക്വാർട്ടർലി റിസൾട്ടും ഡിവിഡൻഡ് പ്രഖ്യാപനവും നടത്തും. ഏപ്രിൽ 16-ാം തീയതി ബുധനാഴ്ച നമ്മൾക്ക് ഫോക്കസ് ചെയ്യേണ്ട സ്റ്റോക്ക് സ്വരാജ് എഞ്ചിനാണ്. സ്വരാജ് എഞ്ചിൻ ഏപ്രിൽ 16-ാം തീയതിയാണ് ക്വാർട്ടർലി റിസൾട്ടും ഡിവിഡൻഡ് പ്രഖ്യാപനവും നടത്തുക. ഏപ്രിൽ 15-ാം തീയതി ICICI ഗ്രൂപ്പിലെ ICICI പ്രൂഡൻഷ്യൽ ലൈഫ് ഇൻഷുറൻസിനെയും ICICI ലൊംബാർഡ് ജനറൽ ഇൻഷുറൻസ് കമ്പനിയെയും നമ്മൾക്ക് ഫോക്കസ് ചെയ്യാം. ഏപ്രിൽ 16-ാം തീയതി സ്വരാജ് എഞ്ചിൻ എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. ഏപ്രിൽ 17-ാം തീയതി HDFC ഗ്രൂപ്പിലെ 2 സ്റ്റോക്കുകളായ HDFC ലൈഫ് ഇൻഷുറൻസ് കമ്പനി, HDFC അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി എന്നീ സ്റ്റോക്കുകളെ ഫോക്കസ് ചെയ്യാം. കൂടാതെ IT സെക്ടറിലെ ഇൻഫോസിസിൻ്റെയും ടാറ്റ എലക്സിയുടെയും ക്വാർട്ടർലി റിസൾട്ട് പുറത്തു വരുന്നതും ഏപ്രിൽ 17-ാം തീയതിയാണ്. ഏപ്രിൽ 18-ാം തീയതി പ്രധാനപ്പെട്ട കമ്പനികളൊന്നും ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിടുന്നില്ല. പിന്നീട് ഏപ്രിൽ 19-ാം തീയതി ICICI ബാങ്കിനെയും HDFC ബാങ്കിനെയും ക്വാർട്ടർലി റിസൾട്ടിൻ്റെ പശ്ചാത്തലത്തിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. അന്നൊരു നോൺ മാർക്കറ്റിംഗ് ഡേ ആണ്. അതിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൻ്റെ പ്രിവ്യൂവിനനുസരിച്ചുള്ള മൂവ്മെൻറ്റ് വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ പ്രതീക്ഷിക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്